നീ ഇനി ഒന്നും പറയണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു, അത്ര തന്നെ. നാളെ മുതല് ഒരു കോടീശ്വര കുടുംബത്തിലാ നീ മരുമകളായി വാഴാൻ പോകുന്നെ. ഇനി നിന്റെ മനസ്സിൽ ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. വെറുപ്പും വിദ്വേഷവും ഒക്കെ അങ്ങ് കളഞ്ഞേരെ. മതി മതി, സംസാരിച്ചാരും അതിര് കടക്കണ്ട. ദേവിക പറഞ്ഞ പോലെ എല്ലാവരും സന്തോഷത്തോടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നു, അത്രേ ഉള്ളൂ. ആ, അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ഗോപു, മറ്റന്നാ നീ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. എവിടെയും പോരുത്, മനസ്സ് വിഷമിപ്പിക്കരുത്. ചേച്ചി, എനിക്കിനി വീട്ടിൽ താമസിക്കാൻ സാധിക്കില്ല. കല്യാണം കഴിയുന്നത് വരെ ഋഷി എന്നെ കാണാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഫോണില് നിരന്തരം വിളിച്ച് ബുദ്ധിമുട്ടിക്കും. ഈ വീട്ടിൽ താമസിക്കുമ്പോ എനിക്ക് ഋഷിയെ ഒഴിവാക്കാൻ പ്രയാസമായിരിക്കും. എന്നെ മാത്രമല്ല, ഋഷിയുടെ നീക്കങ്ങള് ചേച്ചിയും പ്രതിസന്ധിയിലാക്കും. ഞാനിവിടെ ഉണ്ടെങ്കിലല്ലേ അവൻ ഇതിനെല്ലാം സാധിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ വീട് വിട്ടു പോവുക. എവിടെയാണ്, എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും എനിക്കൊരു നിശ്ചയമില്ല. എന്നാലും ഞാൻ ഈ നാട്ടിലുണ്ടാവില്ല. ഋഷിയും അഞ്ജതയും തമ്മിലുള്ള കല്യാണം കഴിയുമ്പോൾ ഒരുപക്ഷെ ഞാൻ തിരികെ വരുമായിരിക്കും. ഇനി അഥവാ വന്നില്ലെങ്കിലും കല്യാണത്തിന്റെ തിരക്കുകൾ കഴിയുമ്പോൾ ഞാൻ എവിടെയുണ്ടെന്ന് ചേച്ചിയെ ഞാൻ വിളിച്ചറിയിച്ചിരിക്കും. അത് തീർച്ചയായും. വേറൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തിക്ക് എന്നോട് ക്ഷമിക്കണം.
ചേച്ചി എന്നോട് ക്ഷമിക്കണം. ചേച്ചിയോട് പിണങ്ങിയിട്ടല്ല ഞാൻ ഇവിടുന്ന് പോകുന്നത്. എന്റെ ഗതികേട്. സോറി. പോകുന്നൊക്കെ കൊള്ളാം. പാതിരാത്രിയാ, സൂക്ഷിച്ചു പോണം. പോയിക്കോ. എന്നോടും മുത്തശ്ശനോടും അത്രയ്ക്ക് വെറുപ്പുണ്ടെങ്കിൽ നീ പോയിക്കോ. ചേച്ചി ഞാൻ പോവാനല്ലേ പറഞ്ഞേ, പിന്നെ എന്തിനാ? വെറുപ്പുള്ളവർ ഇവിടെ നിക്കണ്ട. വെറുപ്പോ? എനിക്ക് ആരോടും ഒരു വെറുപ്പുമില്ല. പക്ഷെ ഇപ്പോഴത്തെ ഇവിടുത്തെ സിറ്റുവേഷനിൽ എനിക്ക് വീട്ടിൽ കഴിയാൻ ബുദ്ധിമുട്ടുണ്ട് ചേച്ചി. നിന്റെ കത്ത് ഞാൻ വായിച്ചു. അത് വായിച്ചപ്പോ ഞാൻ നിനക്ക് ദ്രോഹം ചെയ്ത പോലെ എനിക്ക് തോന്നി. ചേച്ചി ഞാൻ അങ്ങനെ നീ അങ്ങനെ എഴുതിയിട്ടില്ല, പക്ഷെ എനിക്കങ്ങനെ തോന്നി. ചേച്ചി ചേച്ചി എനിക്ക് എന്ത് ദ്രോഹം ചെയ്തെന്ന്? ചേച്ചി നോക്ക്, ചേച്ചിയുടെ മനസ്സിൽ നന്മ മാത്രമല്ലേ ഉള്ളൂ. എല്ലാവർക്കും നന്മ ഉണ്ടാവണമെന്നല്ലേ ചേച്ചി കരുതുന്നുള്ളൂ. പക്ഷെ ചേച്ചിയുടെ ആ നല്ല മനസ്സ് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് മറ്റുള്ളവരാ. നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സൗഭാഗ്യങ്ങളെല്ലാം നമ്മളോടൊപ്പം താമസിക്കുന്ന മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കുകയല്ലേ ചേച്ചി? എത്ര കാലം നമുക്കിങ്ങനെ പരോപകാരം ചെയ്ത് ജീവിക്കാനാവും? മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്ത് എത്ര കാലം കഴിയും? ചേച്ചിക്ക് അന്യരുടെ സന്തോഷം വലുത്, അവരുടെ സമാധാനം വലുത്. ഞാനും അവരെ പോലെ തന്നെ വികാരങ്ങളും വിചാരങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉള്ള ഒരാളല്ലേ. എന്റെ ആഗ്രഹങ്ങൾക്ക് സന്തോഷത്തിനൊന്നും ഒരു വിലയില്ല ഇവിടെ. ശരി, ഞാൻ ചെയ്തതും ചെയ്യുന്നതും ഒക്കെ തെറ്റ് തന്നെയാ. ഇനി നീ എന്റെ ഉപദേശവും കേൾക്കണ്ട. അതൊക്കെ നീ അങ്ങ് മറന്നു കളഞ്ഞേക്ക്. അമ്മയ്ക്ക് നീ കൊടുത്ത വാക്കും മറന്നേക്ക്. ഒരു കാര്യം ചെയ്യാം, നിനക്ക് കിട്ടാത്ത ഒരു സന്തോഷവും എനിക്കും വേണ്ട. ഞാനും വരാം നിന്റെ കൂടെ. എവിടേക്കാന്ന് വെച്ചാ പോവാം. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ പോയി ബാഗ് എടുത്തിട്ട് വരാം. ചേച്ചി ചേച്ചി വളങ്കുപോലെ മനസ്സുള്ള കുട്ടിയാ ദേവിക. ആ ദേവികയുടെ മനസ്സാ ഒരു കാരണമില്ലാതെ നീയും ഇവിടെയുള്ളവരും ചേർന്ന് ദ്രോഹിക്കുന്നത്. ആരും അവളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുന്നില്ല. നീ അവളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കണം. വാ, നമുക്ക് ഒരുമിച്ച് നാട് വിട്ടു പോവാം. മുത്തശ്ശ, ഞങ്ങള് പോവാ.
ആന്റി അഞ്ജതയൊക്കെ മുത്തശ്ശൻ നോക്കിക്കൊള്ളാം. ഇവളെ പോലെ ലക്ഷ്യമില്ലാതല്ല ഞാൻ ഇറങ്ങുന്നത്. ആരുടെയെങ്കിലും കയ്യോ കാലോ പിടിച്ച് എങ്ങനെയെങ്കിലും വിദേശത്തൊരു ജോലി സംഘടിപ്പിക്കണം, എനിക്കും ഇവൾക്കും. അവിടെ ജോലിയെടുത്ത് ഈ കുടുംബത്തിന് വേണ്ട പണം സമ്പാദിച്ച് ഞങ്ങൾ തിരികെ വരാം. വാ പോം. പോം. ചേച്ചി, ചേച്ചി എന്നോട് ക്ഷമിക്കണം. എന്റെ മനസ്സാകെ കലങ്ങിയിരിക്കാം. എന്ത് ചെയ്യണ്ടെന്നൊന്നും എനിക്കറിയില്ല ചേച്ചി. അതുകൊണ്ടാ ഇവിടുന്ന് എവിടേക്കെങ്കിലും പോവാന്ന് ഞാൻ കരുതിയത്. ഇവിടെ നിന്ന് മാറിയില്ലെങ്കിൽ ഭ്രാന്ത പിടിക്കുമെന്ന് എനിക്ക് തോന്നിപ്പോയി. കരയല്ലേ ഗോപു. സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള മാനസികാവസ്ഥ നിനക്കില്ലെങ്കിൽ നിനക്ക് വിശ്വാസമുള്ളവരോട് നിന്റെ വേദന നീ പങ്കുവെക്കണം. ഇവിടെ നീ ചെയ്യേണ്ടിയിരുന്നത് ഒളിച്ചോട്ടമല്ല, എന്നോടോ അമ്മയോടോ മുത്തശ്ശനോടോ ഒക്കെ സംസാരിച്ച് ഉചിതമായിട്ടൊരു തീരുമാനം എടുക്കണമായിരുന്നു. ഇനി നിനക്ക് ഇവിടുന്ന് പോണോ? നമുക്ക് ഒരുമിച്ച് പോവാം. നീ ഒരിക്കലും തനിച്ചല്ലെന്ന് ആദ്യം നീ ഒന്ന് മനസ്സിലാക്കടി. വേണ്ട, എനിക്കിനി ഇവിടുന്ന് പോണ്ട. നിങ്ങള് നല്ല കുട്ടികളാ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെന്നും നന്മ മാത്രമേ സംഭവിക്കുകയുള്ളൂ. നമസ്കാരം. വരൂ വരൂ വരൂ. നീ എന്താ മോളെ ഇവിടെ ഇങ്ങനെ ഒതുങ്ങി മാറി നിൽക്കുന്നത്? അഞ്ചരയ്ക്ക് വാങ്ങിയ ആഭരണങ്ങളൊന്നും മോള് കണ്ടില്ലല്ലോ. മോള് വാ. വന്നേ വാ. വാ മോളെ.
സുലോചനെ, ആ ഈ ആഭരണങ്ങളൊക്കെ മോളെ കൂടി ഒന്ന് കാണിച്ചു. നോക്കുമോളെ. ഇതൊന്നുമേ ഇവളെ കാണിക്കേണ്ട കാര്യമില്ല. അഞ്ജിത്, എന്റെ ജീവിതത്തില് കണ്ണു വെച്ചവളവള്. ഇനിതേ ഈ ആഭരണത്തിലും കൂടെ കണ്ണു വെക്കണം. അഞ്ജിതേ, നീ വെറുതെ ഗോപികയെ കുറ്റപ്പെടുത്തരുത്. ഇവളുടെ മനസ്സിന്റെ നന്മയെ നീ മനഃപൂർവ്വം കണ്ടില്ലാന്ന് നടിക്കരുത്. ഇവളുടെ ത്യാഗമാണ് നീ ഇപ്പൊ അനുഭവിക്കുന്ന സന്തോഷം. അത് പിന്നെ ചേച്ചി. അഞ്ജിതേ, നിർത്ത്. ഇത് ദേവമോള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് നിനക്ക് വാങ്ങിത്തന്ന ആഭരണങ്ങളല്ലേ? ആ സ്ഥിതിക്ക് ഗോപികയ്ക്ക് ഇതിൽ അവകാശമുണ്ട്. അഞ്ജിത വിവരമില്ലാതെ ഓരോന്ന് പറഞ്ഞത് നീ കാര്യാക്കണ്ട മോളെ. അഞ്ജിതേ, ഈ ആഭരണങ്ങൾ നിനക്ക് വേണ്ടി തന്നെ ദേവിക വാങ്ങിയിട്ടുള്ളത്. ഇത് നിന്റെ തന്നെയാ. ഇനി ഇതിന്റെ പേരിൽ സംസാരം വേണ്ട. ആ, നമുക്ക് ദക്ഷിണ കൊടുക്കുന്ന സമയമായി. എല്ലാവരും ഹോളിലേക്കോ. വരൂ. വാ, എല്ലാരും വാ. മഞ്ജു, ആ ദക്ഷിണ ഇങ്ങ് എടുത്തിട്ട് വാ. മോളെ വാ വാ. ഗോപു, നീ വിഷമിക്കണ്ട. അവളിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അവൾ അങ്ങനത്തെ ഒരു ജന്മമായിപ്പോയി. ഇത് നോക്കി, ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയ നെക്ലസാ. കൊള്ളാം, നിനക്ക് നന്നായി ചേരുന്നുണ്ട്. എനിക്ക് എന്തിനാ ചേച്ചി ഇതൊക്കെ? ആ വേണം, ഇത് വേണം. നാളെ ഇതിട്ട് വേണം എന്റെ മോള് കല്യാണത്തിന് പങ്കെടുക്കാൻ. കരയാതിരിക്കേ. ഇതെവിടെ ഇരിക്കട്ടെ, നമുക്ക് ഹാളിലോട്ട് പോവാം. മോളെ, ആദ്യം മുത്തശ്ശന് ദക്ഷിണ കൊടുത്ത് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിച്ചു. മുറപ്രകാരം ആദ്യം മുത്തശ്ശനെയാ വണങ്ങേണ്ടത്. മുത്തശ്ശ, നിൽക്കുമോളെ. ഇവിടിപ്പോ മുറയും പ്രായവും ഒന്നുമല്ല നോക്കേണ്ടത്. ഈ വിവാഹം നടത്താൻ വേണ്ടി ഓടി നടന്നതും വിവാഹത്തിന് ചെലവുകൾ ഏറ്റെടുത്തതും ദേവികയല്ലേ? അപ്പോൾ ആദ്യം ദക്ഷിണ കൊടുത്ത് ദേവിയുടെ അനുഗ്രഹമാണ് വാങ്ങേണ്ടത്. അയ്യോ മുത്തശ്ശ, അത് വേണ്ട. അതിലൊരു തെറ്റുമില്ല. അതാ മര്യാദ. മുത്തശ്ശ, അഞ്ജിതേ, ദേവിക്ക് ദക്ഷിണ കൊടുക്കുക. ചേച്ചി